ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എപ്പോഴും ചോദിച്ചു കണ്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് മെമ്മറി മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട്. മെമ്മറി മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്ത് കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഫങ്ഷണാലിറ്റിയാണ്. കാരണം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മുടെ പ്രൈമറി മെമ്മറീനെയും അതുപോലെ തന്നെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഹാർഡ് ഡിസ്ക്, അതായത് സെക്കൻഡറി മെമ്മറീനെയും എന്ത് ചെയ്യേണ്ടി വരും, ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ പ്രോഗ്രാമൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പ്രൈമറി മെമ്മറി വേണം. പ്രൈമറി മെമ്മറി വളരെ ലിമിറ്റഡ് ആയുള്ള സ്പേസ് ആണുള്ളത്. ആ ഒരു ഏരിയയിലെല്ലാം പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഡാറ്റയെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ മെമ്മറി എല്ലാം യൂസ് ചെയ്യണം, അല്ലേ? സോ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ഡീൽ ചെയ്യുന്നതാണ് മെമ്മറി മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓരോ മെമ്മറി ലൊക്കേഷനും ട്രാക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻസൊക്കെ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടും വരും. പിന്നെ അത് മാത്രമല്ല, എവിടെയാണ് ഫ്രീ, ചില പ്രോസസ്സുകളെ നമുക്ക് അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുതിയൊരു പ്രോസസ്സ് വന്നു അതിന് അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഫ്രീ, അല്ലെങ്കിൽ എവിടെയാണ് ഓൾറെഡി ഇപ്പോൾ ഒരു പ്രോസസ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഈ മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റിൽ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി എത്ര മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്തത്, ഓരോ പ്രോസസ്സിനും എത്ര മെമ്മറി ഇതുവരെ അലോക്കേറ്റ് ചെയ്തു എന്നുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ ഇനി ആ മെമ്മറി, ഇപ്പോൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി എപ്പോഴാണ് ഫ്രീ ആവുക, അതായത് ഇപ്പോൾ നമ്മൾ മെമ്മറി ഇതുപോലൊരു ബ്ലോക്കായിട്ടാണ് ഉള്ളത്. ഇവിടെ നമ്മളൊരു 10 KB മെമ്മറി ഒരു പ്രോസസ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എപ്പോൾ ഫ്രീ ആവും, എപ്പോൾ ഫ്രീ ആയാലും നമുക്ക് പുതിയൊരു 10 KB ഡാറ്റേനെ അങ്ങോട്ടേക്ക് കയറ്റാം, അല്ലെങ്കിൽ 10ൽ കുറവുള്ള ഡാറ്റേനെ അങ്ങോട്ടേക്ക് കയറ്റാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, മെമ്മറി മാനേജ്മെൻറ്റ് വേണം. ഈ മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടെക്നിക്സ് ആണുള്ളത്. ഒന്ന് കോണ്ടിഗസ് മെമ്മറി മാനേജ്മെൻറ്റും പിന്നെ ഒന്ന് നോൺ കോണ്ടിഗസ്. കോണ്ടിഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ മെമ്മറി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്. പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നതൊക്കെ ഇവിടെ തന്നെയാണ്, മെയിൻ മെമ്മറിയിലാണ്. ഇവിടെ ആ പേരുള്ള പോലെ തന്നെ ഒരു സിംഗിൾ കോണ്ടിഗസ് ആയുള്ള മെമ്മറി ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, തുടർച്ചയുള്ള മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് ഒരു ഫിക്സഡ് സൈസ്, മെമ്മറീനെ ഇങ്ങനെ കുറേ ഫിക്സഡ് സൈസാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു പാർട്ടീഷൻ, തുടർച്ചയായിട്ടുള്ളൊരു പാർട്ടീഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോസസ്സിനേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതാണ് കോണ്ടിഗസ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത്. നോൺ കോണ്ടിഗസ് ആവുന്ന സമയത്ത് എങ്ങനെയാണ്, ഈ പറഞ്ഞ രീതിയിലല്ല, അതായത് തുടർച്ചയുള്ള മെമ്മറി ലൊക്കേഷൻസ് അല്ല. അപ്പോൾ ഈ കോണ്ടിഗസ് മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഫിക്സഡ് പാർട്ടീഷനിങ്, അതായത് സ്റ്റാറ്റിക് പാർട്ടീഷനിങ് ആയിട്ടും ചെയ്യാം, വേരിയബിൾ അല്ലെങ്കിൽ ഡൈനാമിക് പാർട്ടീഷനായിട്ടും ചെയ്യാം. ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയുള്ളതും സിമ്പിൾ ആയുള്ളൊരു ടെക്നിക്കാണ്. ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ നമുക്ക് മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ പാർട്ടീഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ റാമിനെ കുറച്ച് പാർട്ടീഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ പാർട്ടീഷൻ്റെ സൈസും എന്തായിരിക്കാം, സെയിം ആവാം, അല്ലെങ്കിൽ സെയിം അല്ലാതിരിക്കാം. പക്ഷേ തുടർച്ചയുള്ള ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ ഈ ഒരു ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 4 MB ആണ്. അതിൽ 1 MB എന്താണ്, ഒരു P1 എന്ന് പറഞ്ഞ പ്രോസസ്സിനും ബാക്കി 3 MB എന്താണ് ഫ്രീ ആയിട്ടുമാണ് ഇരിക്കുന്നത്. പിന്നെ 8 MB വരുന്ന ഒന്നിൽ P2 കയറി ഇരിക്കുന്നുണ്ട്, കണ്ടോ. അടുത്തൊരു 8 MBയിൽ എന്ത് കിടക്കുന്നുണ്ട്, P3, അതിനൊരു കുറച്ച് ഭാഗം ഫ്രീ ഉണ്ട്. ദെൻ ഒരു 16 MBയിൽ P4, അതിൽ 14 MB കിടക്കുന്നുണ്ട്. ക്ലിയർ ആയോ? സോ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ പാർട്ടീഷൻസ് നടക്കുന്നത് എക്സിക്യൂഷന് മുന്നേ അല്ലെങ്കിൽ സിസ്റ്റം കോൺഫിഗർ ചെയ്യുന്ന ടൈമിലോ ആയിരിക്കും ഈ രീതിയിൽ പാർട്ടീഷൻ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്പർ ഓഫ് പാർട്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. പക്ഷേ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ചിലത് സെയിം ആയിരിക്കാം, ചിലപ്പോൾ സെയിം അല്ലാതെയും വരാം. ഇനി ഫിക്സഡ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ലിറ്റിൽ OS ഓവർഹെഡ് മാത്രമാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. ഇനി ഫിക്സഡ് പാർട്ടീഷൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച പോലെ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാകും. ഇതുപോലെ ഫ്രീ ആയി കിടക്കുന്നത് ഒക്കെ വരും, ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ വരും. ദെൻ എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും ഉണ്ടാവും. നമ്മൾ പഠിക്കുക എന്താണെന്നുള്ളത്. ദെൻ ലിമിറ്റ് പ്രോസസ് സൈസ്, ലിമിറ്റേഷൻ ഓഫ് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഈ ഫ്രാഗ്മെൻറ്റേഷനിൽ നമ്മളിപ്പോൾ 2 ടേംസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനാണ്, മറ്റൊന്ന് എന്താണ്, എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനാണ്. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ
നമ്മുടെ കയ്യിലൊരു മെമ്മറി ഉണ്ട്. ഈ മെമ്മറി ഈ ഒരു സൈസിലാണ് വരുന്നതെന്ന് വിചാരിക്കാം. അതായത് ഇവിടെ ഒരു 40 KB പിന്നെ ഒരു 100 KB പിന്നെ ഒരു 80 KB. അപ്പോൾ ഇത് ആക്ച്വലി 100 KB ഒരു ബ്ലോക്കായിരുന്നു. അതുപോലെ ഇത് എന്താണ്, ഇതൊക്കെ ഓരോ 100 KB ബ്ലോക്കുകളാണ് ഈ കിടക്കുന്നതൊക്കെ. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എത്ര KB വെറുതെ ആയിപ്പോയി? ഒരു 60 KB മിസ്സായിപ്പോയി. ഇവിടെ കറക്റ്റ് 100 KB നമുക്ക് കിട്ടിയല്ലേ. ഇവിടെ ആണെങ്കിലോ ഒരു 20 KB നമുക്ക് കിട്ടി. അപ്പോൾ അതിനുള്ളിൽ തന്നെ എന്ത് സംഭവിച്ച് കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ട് വന്ന്. സോ ഇതാണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷനാണ്. എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ ഒരു ടൈപ്പ് തന്നെയാണ്. വേണ്ടത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ ഫ്രീ വന്നു അല്ലേ. ഇൻ കേസ് ഇങ്ങനെ ഫ്രീ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായോ? അതായത് നമുക്കിപ്പോൾ ഫ്രീ വന്നില്ല. നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഇപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഫ്രീ വന്നു. ഇനി ചില കേസസിൽ എന്ത് സംഭവിക്കാം, ഇങ്ങനെ ഫ്രീ അല്ലാതെ വരാം. അസൈൻഡ് പ്രോസസ്സിന് എന്താണ് പറയുക, ഒരു 50 KB കൂടെ എക്സ്ട്രാ വേണം. അപ്പോൾ 100 ഉള്ളത് അല്ലേ, 150 വേണ്ടത്. മനസ്സിലായി? ഒരു 50 KB കുറവുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ഫ്രീ മെമ്മറി ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു സ്മോൾ ബ്ലോക്ക് ആൻഡ് ഈസ് ഇൻ്റർ സ്പ്രെഡഡ് ബൈ അലോക്കേറ്റഡ് മെമ്മറി. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് വേണ്ടത്ര സ്പേസ് കിട്ടാതെ വരുന്ന ഇതാണ്. ഇനി വേരിയബിൾ പാർട്ടീഷനിങ് ആണ് ഇതിൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. ഇതൊരു കോണ്ടിന്യൂസ് അലോക്കേഷൻ ടെക്നിക്ക് തന്നെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സഡ് പാർട്ടീഷനിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇനീഷ്യലി റാം എന്തായിരിക്കും, എംപ്റ്റി ആയിരിക്കും. എന്നിട്ട് പാർട്ടീഷൻസ് നമ്മൾ റൺ ടൈമിലാണ് പാർട്ടീഷൻസൊക്കെ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ സിസ്റ്റം കോൺഫിഗർ ചെയ്യുന്നതിന് സിസ്റ്റം കോൺഫിഗറേഷൻ്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യും, ആ സമയത്തല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഈ റൺ ടൈം പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു റാമിൽ മെമ്മറിയൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈ ഒരു കേസിൽ എല്ലാവരുടെ സൈസ് നമ്മൾ ഈക്വൽ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ പാർട്ടീഷൻ സൈസ് നമ്മുടെ നീഡ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനൊക്കെ അവോയ്ഡ് ചെയ്ത് റാമിന് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്പർ ഓഫ് പാർട്ടീഷൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കില്ല. അത് ഈ പറഞ്ഞ പോലെ തന്നെ വരുന്ന പ്രോസസ്സിൻ്റെയും മെമ്മറിയുടെ സൈസും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ബ്ലോക്ക് സൈസ് 2 MB ആണ്. അതിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. ദെൻ ബ്ലോക്ക് സൈസ് 7 MB ആണ്. കണ്ടോ? അപ്പോൾ ആ വരുന്ന പ്രോസസ്സുകളിൽ വേരിയിങ് ആണ്. ഓരോ പ്രോസസ്സും ഓരോ സൈസിലാണ് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബ്ലോക്ക് സൈസ് ചെയ്യും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല. നോ റെസ്ട്രിക്ഷൻ ഓൺ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്, നോ ലിമിറ്റേഷൻ ഓൺ ദ സൈസ് ഓഫ് ദ പ്രോസസ്സ്. എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്തായാലും ഉണ്ടാകും. അങ്ങനെ കൂടുതൽ സൈസുകൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഇതാണ് മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ 2 മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്സ് നോക്കി വയ്ക്കുക.